ഓക്കെ, ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് നോക്കൂ. ചെക്ക് ലിസ്റ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് റെസ്പോൺസ് കാറ്റഗറീസ് ദാറ്റ് റെസ്പോണ്ടൻസ് ചെക്ക് ഇഫ് അപ്രോപ്രിയേറ്റ്. Checklist is a list of response categories that respondents check if appropriate. അതിനെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ.കെ. തഴവ. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ടീച്ചിങ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് പെഡഗോജി ചോദ്യങ്ങൾ എന്നുള്ളത്. സോ വി നോ ദ പെഡഗോജി ബെറ്റർ എന്ന ക്യാപ്ഷനോട് കൂടി ഇംഗ്ലീഷ് പെഡഗോജി ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കൂടുതലും പ്രീവിയസ് ചോദ്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 16 ചോദ്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 16 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും വളരെ പ്രധാനപ്പെട്ട എല്ലാ തിയറികളും എല്ലാ ടേമുകളും ഈ ക്ലാസ്സിലൂടെ തന്നെ പരിചയപ്പെടുത്തുവാനും നിങ്ങളിലേക്ക് എത്തുവാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും LP UP പരീക്ഷകൾ, കേറ്ററ്റ് പരീക്ഷകൾ, അങ്ങനെയുള്ള പല ടീച്ചിങ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ ക്ലാസ് കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോകുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. അവസാനം വരെ കാണുക. ഒരു കമൻറ്റും നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യുക. അതുപോലെ തന്നെ എൻട്രിയുടെ ടീച്ചിങ് ചാനൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായ ചാനലാണ്. ഒരുപാട് നല്ല ഫാക്കൽറ്റീസ് ക്ലാസ്സുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ചോദ്യം. ഓരോ ചോദ്യവും വായിച്ച് മനസ്സിലാക്കണം, അതിൻ്റെ അനുബന്ധമായ ഫാക്റ്റുകൾ പറയണം, അതുപോലെ തന്നെ ഓപ്ഷൻസിൽ ഓരോ ടേമുകളും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് സമഗ്രമായ ഒരു ക്ലാസ് ആയിട്ട് ഇതിനെ കണക്കാക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് റൈറ്റിംഗ് അപ്രോപ്രിയേറ്റ് ഫോർ ഡെവലപ്പിംഗ് ക്രിയേറ്റീവ് സ്കിൽസ്? അതായത് റൈറ്റിംഗ് ക്രിയേറ്റീവ് സ്കിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഇതിനകത്ത് മിക്കവാറും എല്ലാം റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ് എ ലെറ്റർ, അത് ലെറ്റർ റൈറ്റിംഗ്, ഡിക്റ്റേഷൻ, ക്രോസ്വേഡ് പസിൽ. ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡ്രാഫ്റ്റിംഗ് എ ലെറ്റർ ക്രിയേറ്റീവായിട്ടുള്ള റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം അവിടെ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് അസസ് ചെയ്യപ്പെടുന്നുണ്ട്, റൈറ്റിംഗ് സ്കിൽസ് അസസ് ചെയ്യപ്പെടുന്നുണ്ട്. ഡിക്റ്റേഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം വേർഡ് നമ്മൾ എഴുതുന്നതാണ്. ക്രോസ്വേഡ് പസിലും നമുക്കറിയാം. സോ ഇതിനെയൊക്കെക്കാളും ഇമ്പോർട്ടൻ്റ് ഡിക്റ്റേഷൻ ആയിക്കോട്ടെ, സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ ആയിക്കോട്ടെ, ക്രോസ്വേഡ് പസിൽസ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കില്ല് വരുമ്പം ഡ്രാഫ്റ്റിംഗ് എ ലെറ്റർ തന്നെയാണ്. സംശയിക്കേണ്ട, റൈറ്റിംഗ് സ്കില്ലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡ്രാഫ്റ്റിംഗ് എ ലെറ്റർ, ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽസിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഡ്രാഫ്റ്റിംഗ് എ ലെറ്റർ. രണ്ടാമത്തെ ചോദ്യം, സ്കിമ്മിങ് ഇൻ റീഡിംഗ് ഈസ്. നമുക്കറിയാം 4 ടേംസ് നമ്മൾ പഠിച്ചു വെക്കണം. 1 സ്കിമ്മിങ്, 2 സ്കാനിങ്, 3 എന്താണ് നമ്മൾ പറയുമല്ലോ ഇന്റൻസീവ് റീഡിംഗ്, 2 എക്സ്റ്റെൻസീവ് റീഡിംഗ്. സ്കിമ്മിങ് ഉണ്ട്, സ്കാനിങ് ഉണ്ട്, ഇന്റൻസീവ് റീഡിംഗ് ഉണ്ട്, എക്സ്റ്റെൻസീവ് റീഡിംഗ് ഉണ്ട്. സോ ഈ 3 വാക്കുകൾ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നാൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. എന്താണ് സ്കിമ്മിങ് ഇൻ റീഡിംഗ് എന്ന് പറഞ്ഞാൽ? റീഡിംഗ് ലോങ്ങർ ടെക്സ്റ്റ് ഫോർ വൺസ് പ്ലഷർ, സന്തോഷത്തിന് വേണ്ടി വായിക്കുന്നതാണോ? ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് ടു ഫൈൻഡ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ, ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി മാത്രം വായിക്കുന്നതാണോ? ഡിക്ഷണറി വായിക്കുന്നു ഒരു വേർഡിന്റെ അർത്ഥം കിട്ടാൻ, അതുപോലെ തന്നെ ടെലിഫോൺ ഡയറക്ടറി വായിക്കുന്നു ഒരു നമ്പർ കിട്ടാൻ, അതാണോ? ഡീറ്റെയിൽഡ് ആയിട്ട് റീഡ് ചെയ്യുന്നതാണോ? അതാ പഠിക്കുക, നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതാണോ? റീഡിങ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്കലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ, ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി വേഗത്തിലൊന്ന് വായിക്കുക. രാവിലെ ന്യൂസ് പേപ്പറിന്റെ ഹെഡിങ്ങും ന്യൂസ് പേപ്പറിലെ ഓരോ പേജുകളും നമ്മൾ വായിച്ചു പോകുന്നത്. ഇതിൽ ഏതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്? ആൻസർ ആദ്യം പറഞ്ഞുതരാം. റീഡിങ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്കലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. അതായത് നിങ്ങൾ ഇനി ജീവിതത്തിൽ മറക്കാൻ പാടില്ല, ഞാൻ ഈ 4 വാക്കുകളും 4 റീഡിങ്ങും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്കിമ്മിങ് ഇൻ റീഡിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. രാവിലെ ധൃതിയിൽ ഓടിച്ചൊരു വായനയുണ്ട്. റീഡിംഗ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ, അതാണ് സ്കിമ്മിങ്. അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നില്ല, ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി ഒന്ന് വായിക്കുന്നു. സ്കാനിങ് തിരിച്ചാ എഴുതിയേക്കുന്നത്. സ്കാനിങ് എന്താന്ന് ചോദിച്ചാൽ, സ്കാനിങ്ങിന്റെ ആണ് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് ടു ഫൈൻഡ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. അതായത് ഒരാൾ ഡിക്ഷണറി നോക്കുന്നു, സ്കാനിങ് ആണ്.
ഒരാൾ ടെലിഫോൺ ഡയറക്ടറി നോക്കുന്നു, സ്കാനിങ് ആണ്. ഒരാൾ മാപ്പിലെ സ്ഥലങ്ങൾ നോക്കുന്നു, സ്കാനിങ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഒരു വലിയ ടെക്സ്റ്റ് വായിക്കുന്നു. ഇൻറ്റൻസീവ് റീഡിങ്ങും എക്സ്റ്റൻസീവ് റീഡിങ്ങും. ഇൻറ്റൻസീവ് റീഡിങ് ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ഏറ്റവും നല്ല റീഡിംഗ് ആണ് ഇൻറ്റൻസീവ് റീഡിങ്. വീണ്ടും വീണ്ടും വായിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി പുസ്തകങ്ങൾ പഠിക്കുന്നത് ഏറ്റവും നല്ല ഉദാഹരണം. എക്സ്റ്റൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്ലഷറിന് വേണ്ടി നമ്മൾ വായിക്കുക, ആരും നിർബന്ധിച്ചിട്ടല്ല. നോവൽ വായിക്കുന്നു, ഷോർട്ട് സ്റ്റോറി വായിക്കുന്നു, ഇതാണ്. ഇനി ജീവിതത്തിൽ മറക്കരുത്, ഇതിൻ്റെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ റീഡിങ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. ഡിക്ഷണറിയും അതുപോലുള്ള കാര്യങ്ങളും പർട്ടിക്കുലർ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി വായിക്കുമ്പോൾ സ്കാനിങ്. ഡീറ്റെയിൽഡ് റീഡിങ്, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുന്നതിന് ഇൻറ്റൻസീവ് റീഡിങ്. സ്റ്റോറീസും നോവൽസും ഒക്കെ വായിക്കുന്ന പ്ലഷറിന് വേണ്ടി വായിക്കുന്നതിന് എക്സ്റ്റൻസീവ് റീഡിങ് എന്ന് പറയും. ഓക്കെ, 2 ചോദ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന തിയറി അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്തത് എന്താണ് കൺസ്ട്രക്റ്റിവിസം? നമുക്കറിയാം, കൊളാബറേറ്റീവ് ലേണിംഗ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഭാഗമാണ്. കളക്റ്റീവ് ലേണിംഗ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഭാഗമാണ്. എംഫസൈസിങ് ദ പ്രോസസ്സിനെ എംഫസൈസ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റിവിസമാണ്. ടീച്ചറിൻ്റെ റോള് ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ടീച്ചർ സെൻറ്റേഡ് ക്ലാസ് റൂം അല്ല, സ്റ്റുഡൻറ് സെൻറ്റേഡ്, ലേണർ സെൻറ്റേഡ് ക്ലാസ് റൂമുകളാണ് കൺസ്ട്രക്റ്റിവ്സ്. എന്തൊക്കെയാണ് ആ പോയിന്റ്? ലേണർ സെൻറ്റേഡ് ആണ്, എംഫസൈസിങ് ദ പ്രോസസ് ആണ്, കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്, കളക്റ്റീവ് ലേണിംഗ് ആണ്. ടീച്ചേഴ്സ് സെർവ് ആസ് എ, ടീച്ചറുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ഇതെല്ലാം കൺസ്ട്രക്റ്റിവ്സോ. നോട്ട് റിലേറ്റഡ് വരുന്നത് ടീച്ചർ സെൻറ്റേഡ്, ലേണർ സെൻറ്റേഡ് ആണ്. സോ കൺസ്ട്രക്റ്റിവിസം ചോദിച്ച ചോദ്യം. ഇനി മറന്നു പോകരുത്, കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ 5 പോയിന്റ് ഞാൻ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? കളക്റ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, എംഫസൈസിങ് ദ പ്രോസസ്, ടീച്ചേഴ്സ് റോൾ ആസ് എ ഫെസിലിറ്റേറ്റർ, ലേണർ സെൻറ്റേഡ്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, എല്ലാ ചോദ്യത്തിലും അനുബന്ധ ഫാക്ടുകൾ ശ്രദ്ധിച്ചോ, മാർക്ക് ഉറപ്പാണ്. വിച്ച് വൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് വൈഗോട്സ്കി? വൈഗോട്സ്കി ആയിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? UG തിയറി ആണോ? യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്ന് പറയും. കൺവർജൻസ് തിയറി ആണോ? ടാബുല റാസ ആണോ? സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, SR തിയറി ആണോ? നമുക്ക് നോക്കാം. നമുക്കറിയാം, വൈഗോട്സ്കി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് കൺവർജൻസ് തിയറിയാണ്. കൺവർജൻസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? യൂണിറ്റി ഓഫ് ജനറലൈസേഷൻ. യൂണിറ്റി ഓഫ്, ഈ കൺവർജൻസ് തിയറി പറയുന്നത് യൂണിറ്റി ഓഫ് ജനറലൈസേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. യൂണിറ്റി ഓഫ് തിങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. 2 പോയിന്റുകൾ പഠിച്ചു വെക്കുക. കൺവർജൻസ് തിയറി എപ്പോഴും പറയുന്നത് യൂണിറ്റി ഓഫ് ജനറലൈസേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ, യൂണിറ്റി ഓഫ് തിങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് കൺവർജൻസ് തിയറി. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈഗോട്സ്കി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കിയെല്ലാം നമുക്കൊന്ന് നോക്കിയാലോ. UG തിയറി, ദ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, നോം ചോംസ്കിയുടെയാണ്. ആരുടെയാണ്? നോം ചോംസ്കി എന്ന് പറയും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലുള്ള എല്ലാ ഭാഷകളും എടുത്ത് പരിശോധിച്ചാൽ ഒരു കോമൺ നേച്ചർ അതിനുണ്ട്. ഗ്രാമർ റൂളുകളിലും ഏകദേശം സിമിലാരിറ്റീസ് വരുന്നു എന്ന് സ്ഥാപിക്കുന്ന തിയറിയാണ് യൂണിവേഴ്സൽ ഗ്രാമർ തിയറി. എല്ലാ ഭാഷകളും ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഒരു ഭാഷയിൽ നിന്നാണെന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുന്നുണ്ട്. അതായത് ലോകത്തിലുള്ള എല്ലാ ഭാഷകളും ഉണ്ടായിരിക്കുന്ന ഒറ്റ മാതൃഭാഷയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമർ റൂളുകളും റിലേറ്റഡ് ആണ് എന്ന് സ്ഥാപിക്കുന്ന തിയറിയാണ് യൂണിവേഴ്സൽ ഗ്രാമർ തിയറി അഥവാ UG തിയറി. ടാബുല റാസ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ഇത് ജോൺ ലോക്കിന്റെ സിദ്ധാന്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂ ബോൺ ചൈൽഡിന്റെ മനസ്സെന്ന് പറയുന്ന ഒരു ക്ലീൻ സ്റ്റേറ്റ് ആയിരിക്കും. അതിലേക്ക് ഐഡിയാസും അതിലേക്ക് ലേണിംഗ് ഇംപ്രിന്റ് ചെയ്യുകയാണ് എന്ന് പറയുന്ന റൂളാണ് ടാബുല റാസ. ഇത് ജോൺ ലോക്കിന്റെയാണ്. അടുത്ത വരുന്നത് SR തിയറി. SR തിയറിയുടെ ഫുൾ ഫോം എന്തായിരുന്നു? സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്തു പറയുന്നു? ലേണിംഗ് ആൻഡ് ഐഡിയ ക്യാൻ ബി, ലേണെന്നല്ല, ലേണിംഗ് ആൻഡ് ഐഡിയ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഇൻട്രാക്ഷൻസ്. അത് പറയുന്ന സിദ്ധാന്തമാണ് SR തിയറി. ലേണിംഗ് ആൻഡ് ഐഡിയ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നതാണ് ഈ SR തിയറി അഥവാ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്ന് പറയുന്നത്. കൺവർജൻസ് തിയറി വൈഗോട്സ്കിയുടെ ആണ്. ഞാൻ ആൾറെഡി പറഞ്ഞു, നമ്മുടെ ഉത്തരം അതായിരുന്നു. വൈഗോട്സ്കി ആയിട്ട് ബന്ധപ്പെട്ട കൺവർജൻസ് തിയറിയാണ്. യൂണിറ്റി ഓഫ്, എന്തായിരുന്നു പറഞ്ഞ്? യൂണിറ്റി ഓഫ് ജനറലൈസേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ, യൂണിറ്റി ഓഫ് തിങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതാണ് പറയുന്നത്.
ഒന്നുകൂടെ പറയാം. യൂണിവേഴ്സൽ ഗ്രാമർ തിയറി നോം ചോംസ്കി, ടാബുല റാസ ജോൺ ലോക്ക്, അവിടെയാണ് മൈൻഡ് ക്ലീൻ സ്ലേറ്റ് ആണെന്ന് പറയുന്നത്. SR തിയറി, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, ലേണിംഗ് ആൻഡ് ഐഡിയ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഇന്ററാക്ഷൻസ്. കൺവർജൻസ് തിയറി വൈഗോട്സ്കിയുടെയാണ്, ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് നിന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. പെഡഗോജി, വി നോ ദ പെഡഗോജി ബെറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ഡെവലപ്പിംഗ് ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽ. സൂപ്പർ ചോദ്യമാണ്. ആ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കില്ലുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്? നമുക്കറിയാം, ഡ്രാഫ്റ്റ് ചെയ്യുകയാണ് ഫസ്റ്റ്. റൈറ്റിംഗ് എ ലെറ്റർ, ഡ്രാഫ്റ്റിംഗ് ആൻ ഇമെയിൽ, ഇത് റൈറ്റിംഗ് സ്കില്ലാണ്. അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് എഡിറ്റിംഗ്. ആ റൈറ്റിംഗ് സ്കില്ലിന്റെ രണ്ടാമത്തെ. ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കില്ലിന് 3 സ്റ്റെപ്പാണ്. 1 ഡ്രാഫ്റ്റിംഗ്, 2 എഡിറ്റിംഗ്, 3ാമത്തെ പ്രൂഫ് ചെക്കിംഗ് ഓർ പ്രൂഫ് റീഡിംഗ്. നമ്മളൊരു കാര്യം ഡ്രാഫ്റ്റ് ചെയ്തു, അത് തെറ്റുതിരുത്തി എഡിറ്റ് ചെയ്തു. 3ാമത്തത് പ്രൂഫ് റീഡിംഗ് ആണ്, അത് ക്രോസ് ചെക്ക് ചെയ്യുക. സ്കിമ്മിങ് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കില്ലുമായിട്ട് ബന്ധം വരില്ല. സ്കിമ്മിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിൻ്റെ മേലൊരു സംശയം വേണ്ട, അത് ചോദിക്കും, ഇതും ചോദിക്കും. ഡ്രാഫ്റ്റിംഗ്, എഡിറ്റിംഗ്, പ്രൂഫ് റീഡിംഗ് ആർ ദ ഡെവലപ്പിംഗ് ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽസ്. വളരെ പ്രധാനപ്പെട്ട റൈറ്റിംഗ് സ്കിൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ക്ലാസ് അവസാനം വരെ ഇരിക്കണം. ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉറപ്പാണ്. പ്രത്യേകിച്ച് LP-UP 2 മാർക്ക് നിങ്ങൾക്ക് ജൂക്ക നീങ്ങി പോരും. Which of the following objectives is most desired in language classrooms? The learner applies the word in a meaningful sentence. The learner reads the poem. The learner reproduces sentences. The learner recalls the meaning of the word. Super ചോദ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ഈസ് മോസ്റ്റ് ഡിസൈഡ് ലാംഗ്വേജ് ക്ലാസ് റൂം. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫോർ കമ്മ്യൂണിക്കേഷൻ, ബോത്ത് ഇൻ റൈറ്റിംഗ് ആൻഡ് ഇൻ സ്പീക്കിംഗ്. 2 കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ, സ്കൂൾ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന 2 കാര്യത്തിന് വേണ്ടിയാണ്. 1 എന്തിനു വേണ്ടിയാണ്? കുട്ടികൾ അത് സംസാരിക്കാൻ. 2 അത് സ്വന്തമായിട്ട് എഴുതാൻ. അപ്പോൾ അത് ലാംഗ്വേജ് ക്ലാസ് റൂമിലെ ഒബ്ജക്റ്റീവായിട്ട് വരുന്ന ഏറ്റവും ഡിസൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കുക. ലേണർ റീഡ്സ് ദ പോയം, വായിച്ചത് കൊണ്ട് മാത്രം, അത് റീഡിങ് സ്കില്ലാണ്, നോട്ട് കമ്മ്യൂണിക്കേഷൻ. സ്പീക്കിംഗ് റൈറ്റിംഗ് അവിടെ വരുന്നില്ല. ലേണർ റീപ്രൊഡ്യൂസ് ദ സെന്റൻസ്, പറയുന്ന സെന്റൻസ് വീണ്ടും ആവർത്തിക്കുന്നു, അത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മെത്തേഡൊക്കെയാണ്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. ദ ലേണർ റീകാൾ ദ മീനിങ് ഓഫ് ലേണേഴ്സ് റീകാൾ ദ മീനിങ് ഓഫ് ദ വേർഡിൻ്റെ അർത്ഥം ഓർക്കുന്നു. അതും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാവമൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ ഉപരിയായിട്ട് ലേണർ അപ്ലൈസ് ദ വേർഡ് ഇൻ എ മീനിങ്ഫുൾ സെൻസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പണ്ട് വാക്യത്തിൽ പ്രയോഗിക്കാൻ ചോദിക്കുമായിരുന്നു. ഒരു വേർഡ് തന്നിട്ട് ആ വേർഡ് സ്വന്തമായിട്ട് സെൻറ്റൻസ് എഴുതാൻ ചോദിക്കുമായിരുന്നു. അതാണ് ഏറ്റവും ഡിസയറിങ് ആയിട്ടുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ ആ വാക്ക് വെച്ചൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കുക. ദ ലേണർ അപ്ലൈസ് ദ വേർഡ് ഇൻ എ മീനിങ്ഫുൾ സെൻസ്. ഏറ്റവും ഡിസൈഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ക്ലാസ് റൂമുകളിൽ വേണ്ട ഏറ്റവും ഒബ്ജക്റ്റീവാണ് ഏതെന്ന് ചോദിച്ചാൽ ലേണർ അപ്ലൈസ് ദ വേർഡ് ഇൻ എ മീനിങ്. ബാക്കി എല്ലാം അഭികാമ്യമാണ്, ഇത് റീഡിംഗ് ആണ്. ബാക്കി 2 വേണം, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഓക്കെ ആണല്ലോ? യാതൊരു തരം സംശയവുമില്ലാതെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ചോദ്യങ്ങൾ 16 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 16 ചോദ്യങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് അബൌട്ട് ലാംഗ്വേജ് ടീച്ചിങ് ഓർ ലേണിംഗ്? ലാംഗ്വേജ് പഠിപ്പിക്കുക, അത് അധ്യാപകരെ സംബന്ധിച്ചുള്ള കാര്യം. ലേണിംഗ്, പഠിക്കുക, ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? 1, 2, 3. യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് പെർഫോം ടാസ്ക് ഇൻവോൾവിംഗ് ലാംഗ്വേജ്. ലാംഗ്വേജ് ലേണേഴ്സ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ടാസ്കുകൾ ചെയ്യണം. തീർച്ചയായിട്ടും വേണം, അത് വേണം. യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് ബി എൻകറേജ് ടു കമ്മ്യൂണിക്കേറ്റ്. സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇഫ് യു വാണ്ട് ടു സ്പീക്ക് എ ലാംഗ്വേജ് യു ഹാവ് ടു സ്പീക്ക് ഇറ്റ്. വേണം. യങ് ലാംഗ്വേജ് ലേണേഴ്സ്, ഇവിടെ ലേണേഴ്സ് ഉണ്ട് കേട്ടോ, സോറി. യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് ഡെവലപ്പ് ഫ്ലുവൻസി ബിഫോർ ദേ ഡെവലപ്പ് ആക്യുറസി. ആക്യുറസി, കൃത്യത. ഒരു ലാംഗ്വേജിൽ ആക്യുറസി വരുന്നതിന് മുമ്പ്, ഗ്രാമർ റൂൾസ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഫ്ലുവൻസി ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ടീച്ചിങ്ങിൽ തിരിച്ചാണ് ചെയ്യുന്നത്. ഗ്രാമറൊക്കെ അങ്ങ് പഠിപ്പിക്കും, പക്ഷെ സംസാരിക്കാൻ ആർക്കും അറിയത്തില്ല. ഇത് കറക്റ്റാ, ഫ്ലുവൻസിയാണ് ഫസ്റ്റ് വേണ്ടത്. ലാംഗ്വേജ് സംസാരിക്കാൻ ആദ്യം പഠിക്കണ്ടേ, പിന്നാണ് അത് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കേണ്ടത്. സംസാരിക്കാൻ പഠിച്ചതിന് ശേഷം എഴുതാൻ പഠിക്കേണ്ടത്. ഓക്കെ, സോ 3 ശരിയാണ്. A, B ആൻഡ് C ഒള്ളി, നണ്ണല്ല. AB ഒള്ളി അല്ല, A ഒള്ളി അല്ല. സോ ഒന്നും കൂടെ പറയാം. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലാംഗ്വേജ് ടീച്ചിങ് ഓർ ലേണിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ, യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് പെർഫോം ടാസ്ക് ഇൻവോൾവിംഗ് ലാംഗ്വേജ്. യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് ബി എൻകറേജ് ടു കമ്മ്യൂണിക്കേറ്റ്. യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് ഡെവലപ്പ് ഫ്ലുവൻസി ബിഫോർ ദേ ഡെവലപ്പ് ആക്യുറസി. ഡോണ്ട് ഫോർഗെറ്റ് ദിസ്.
8ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നല്ല ചോദ്യങ്ങളാണ്, ഇനിയും നല്ല ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ക്ലാസ് അവസാനം വരെ കാണുക. എ കളക്ഷൻ ഓഫ് ഡിജിറ്റൽ എവിഡൻസസ് അസംബിൾഡ് ആൻഡ് മാനേജ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ലേണിംഗ്. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ഡിജിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലല്ലയോ, ഓൺലൈനായിട്ടൊക്കെ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇത് വരുന്നത്. അതിന് മുമ്പൊക്കെ ചെക്ക് ലിസ്റ്റും അസസ്മെന്റും ഫീഡ്ബാക്കും ഒക്കെ ആയിരുന്നു. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കളക്ഷൻ ഓഫ് ഡിജിറ്റൽ എവിഡൻസസ്. ഡിജിറ്റൽ എവിഡൻസസ് അസംബിൾ ചെയ്യുന്നതിനെയും മാനേജ് ചെയ്യുന്നതിനെയും ലേണിങ്ങിന്റെ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ഈ പോർട്ട്ഫോളിയോ എന്നാണ്. പുതിയ കാലത്തിന്റെ രീതികൾ ഇതൊക്കെ. ചെക്ക് ലിസ്റ്റ്, അസസ്മെന്റ്, ഫീഡ്ബാക്ക്. ഈ ചെക്ക് ലിസ്റ്റ്, അസസ്മെന്റ് എന്തുവാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇവാലുവേഷൻ, ഫീഡ്ബാക്ക് എടുക്കുന്നതും നിങ്ങൾക്കറിയാം. എന്താണ് ചെക്ക് ലിസ്റ്റ്? ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് നോക്കൂ. Checklist is a list of response categories that respondents check if appropriate. Checklist is a list of response categories that respondents check if appropriate. അതിനെയാണ് ചെക്ക്ലിസ്റ്റ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ചെക്ക്ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. നമുക്കറിയാം, കളക്ഷൻ ഓഫ് ഡിജിറ്റൽ എവിഡൻസസ് അസംബിൾഡ് ആൻഡ് മാനേജ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ലേണിങ്ങിനെ വിളിക്കുന്ന പേര് ഈ പോർട്ട്ഫോളിയോ എന്നാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഡാഷ് എനേബിൾസ് ദ ടീച്ചർ ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. സിമ്പിൾ ചോദ്യമാണ്. വാട്ട് ഈസ് പെഡഗോജിക്കൽ അനാലിസിസ് എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ. പെഡഗോജിക് അനാലിസിസ് എനേബിൾസ് ദ ടീച്ചർ ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ പ്ലാൻ ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തെയാണല്ലോ പെഡഗോജി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പെഡഗോജിക്കൽ അനാലിസിസ് അതാണ് കറക്റ്റ്. ടെക്നിക്സ് അല്ല, കൺസെപ്റ്റ് മാപ്പ് അല്ല, ഗ്രേഡിംഗ് അല്ല. ടെക്നിക്സ് നമുക്കറിയാം, ഗ്രേഡിംഗ് എന്താണെന്ന് നമുക്കറിയാം. കോൺസെപ്റ്റ് മാപ്പ് എന്താണെന്ന് ഞാൻ അവസാനം പറയാം. ഒന്ന് ഓർത്തു വെച്ചോ ഈ വാക്ക്. അവസാനം ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കോൺസെപ്റ്റ് മാപ്പ്. ഇവിടെ ഇപ്പം ഇത്രയും പഠിക്കുക. പെഡഗോജിക് അനാലിസിസ് എനേബിൾസ് ദ ടീച്ചർ ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഒരു ടീച്ചറിനെ കഴിവുള്ളവനാക്കി തീർക്കുന്നത് പെഡഗോജിക് അനാലിസിസ് ആണെന്ന് പറയുന്നു. കോൺസെപ്റ്റ് മാപ്പ് എന്താണെന്ന് ലാസ്റ്റ് പറയാം, ഈ ക്ലാസിന്റെ അവസാനം പറയാം. ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ലൈഡ് മൊത്തം മൂവ് ചെയ്യിക്കേണ്ടി വരും. ദ പ്രോസസ് ഓഫ് ടേണിംഗ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടു തോട്ട്സ്. കമ്മ്യൂണിക്കേഷൻ ഇൻ ടു തോട്ട്സ് എൻകോഡിംഗ് ആണോ ഡീകോഡിംഗ് ആണോ അതോ കോഡിംഗ് ആണോ? വേറൊരു വാക്കും കൂടെ കൊടുത്തിട്ടുണ്ട്, ഡിച്ചോറ്റോമി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻകോഡിംഗ് ആണോ ഡീകോഡിംഗ് ആണോ? കോഡിംഗ് അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം എൻകോഡിങ്ങും ഡീകോഡിങ്ങുമാണ് പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിക്കുന്നത്. അതിൽ ആദ്യം ഞാൻ പറയാം, പ്രോസസ് ഓഫ് ടേണിംഗ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടു തോട്ട്സ്. കമ്മ്യൂണിക്കേഷൻ തോട്ട്സിലേക്ക് ആക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡീകോഡിംഗ് എന്നാണ്. എന്താണ് വിളിക്കുന്നത്? ഡീകോഡിംഗ്. അങ്ങനെയാണെങ്കിൽ എൻകോഡിംഗ് എന്താണെന്ന് അറിയണ്ടേ? ക്ലാസിന്റെ അവസാനം പറഞ്ഞുതരാം. അവസാനമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണ് ഡീകോഡിംഗ്? അവസാനം വരുമ്പോൾ ഞാൻ ചോദിക്കും. പ്രോസസ് ഓഫ് ടേണിംഗ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടു തോട്ട്സ് ഈസ് കാൾഡ് ഡീകോഡിംഗ്. അപ്പൊ എൻകോഡിംഗ് എന്താണ്, കോഡിംഗ് എന്താണെന്ന് ക്ലാസിന്റെ അവസാനം സ്ലൈഡിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞുതരാം. ലിസൺ. വിച്ച് വൺ ഈസ് നോട്ട് എ ടൂൾ ആൻഡ് ടെക്നിക് ഫോർ അസസിങ് ചിൽഡ്രൻസ് ലേണിംഗ്? ഒരു കുട്ടിയുടെ ലേണിങ്ങിനെ, അവിടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ലേണിങ്ങിനെ അസസ് ചെയ്യാനുള്ള ടെക്നിക്ക് അല്ലാത്തത് ഏത്? ഈ പോർട്ട്ഫോളിയോ നമ്മൾ ഇപ്പൊ പറഞ്ഞു. ഈ പോർട്ട്ഫോളിയോ ഡിജിറ്റൽ റെക്കോർഡാണ്. ഒബ്സർവേഷൻ തീർച്ചയായിട്ടും ടെക്നിക്കാണ്, ടൂളാണ്. ചെക്ക് ലിസ്റ്റ് തീർച്ചയായിട്ടും ടൂളാണ്. കേസ് സ്റ്റഡി അതല്ല. കേസ് സ്റ്റഡി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതൊരു സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോ ദ കേസ് ഈസ് പോർട്ട്ഫോളിയോ, ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ്. വിച്ച് വൺ ഈസ് നോട്ട് എ ടൂൾ ആൻഡ് ടെക്നിക് ഫോർ അസസിങ് ചിൽഡ്രൻസ് ലേണിംഗ്? കുട്ടികളുടെ ലേണിങ്ങിനെ അസസ് ചെയ്യുന്നതല്ല കേസ് സ്റ്റഡി. ലേണിങ്ങിനെ അസസ് ചെയ്യുന്നത് ഇത് മൂന്നുമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ലാഡ്. ലാഡ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അതിൻ്റെ ഫുൾ ഫോം ആദ്യം അങ്ങ് പഠിച്ചു. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഈസ് എന്താണ്? മെഷീൻ യൂസ്ഡ് ഫോർ ലേണിംഗ്. പഠിക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ. എ കോൺസെപ്റ്റ് ദാറ്റ് ലെറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചിൽഡ്രൻ ലാംഗ്വേജ് ക്വിക്കലി. കുട്ടികളെ ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും അനുവദിക്കുന്ന കോൺസെപ്റ്റാണ് ലാഡ്. അതാണ് കറക്റ്റ്. ഒരുപാട് ആലോചിച്ച് പോകണ്ട. ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ക്ലാസ് റൂം അല്ല, ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ല. ഡിവൈസ് യൂസ്ഡ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്. ലാംഗ്വേജ് ലേണിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അതൊന്നുമല്ല.
ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അഥവാ ലാഡ് എന്താന്ന് ചോദിച്ചാൽ എ കോൺസെപ്റ്റ് ദാറ്റ് ലെറ്റ് ചിൽഡ്രൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് ക്വിക്കലി. കുട്ടികളെ അനുവദിക്കുക, കുട്ടികളെ മനസ്സിലാക്കുക ലാംഗ്വേജ് പെട്ടെന്ന്. അതിനെ വിളിക്കുന്ന കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ലാഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോയിങ് ആൻഡ് യൂസിങ് മോർ ദാൻ 2 ലാംഗ്വേജ് ഈസ് റെഫേർഡ് ആസ്. അറിയാമല്ലോ, നമ്മളെന്താ പറയും? മോണോലിംഗ്വൽ, ബൈലിംഗ്വൽ, മൾട്ടിലിംഗ്വൽ. ഒരു ഭാഷ മാത്രം അറിയാവോ? മോണോലിംഗ്വിസം, മോണോലിംഗ്വൽ. 2 ഭാഷ സംസാരിക്കുന്നവരെ ബൈലിംഗ്വൽ, BI ആണ്, BI, ബൈലിംഗ്വൽ. 2ൽ കൂടുതൽ ഭാഷ സംസാരിക്കുന്നവരെ മൾട്ടിലിംഗ്വൽ എന്ന് വിളിക്കും, മൾട്ടിലിംഗ്വൽ. അതിന് വേറൊരു വാക്ക് കൂടെ ഉണ്ട്, പോളിഗ്ലോട്ട്. ഈ വാക്കും കൂടെ പഠിച്ചു വെച്ചു, പോളിഗ്ലോട്ട്. PSCക്കൊക്കെ സ്ഥിരം ചോദിക്കുന്നത് പോളിഗ്ലോട്ട്, മൾട്ടിലിംഗ്വിസം ആണ് ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ അല്ല, ഇൻട്രാക്ഷൻ അല്ല, കൊഗ്നിറ്റീവ് അപ്രോച്ച് അല്ല. കൊഗ്നിറ്റീവ് അപ്രോച്ച് എന്തുവാണെന്ന് ലാസ്റ്റ് ഒരുമിച്ച് പറഞ്ഞേരേ. ഇടയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തതെല്ലാം ആദ്യം പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉള്ളതെല്ലാം ലാസ്റ്റ് പറയാം. സോ കമ്മ്യൂണിക്കേഷൻ അറിയാം, ഇൻട്രാക്ഷൻ എന്താണെന്ന് അറിയാം. മൾട്ടിലിംഗ്വലിസം യൂസിങ് മോർ ദാൻ 2 ലാംഗ്വേജ്, 2ൽ കൂടുതൽ ഭാഷ. 2 ഭാഷയാകുമ്പം ബൈലിംഗ്വലിസം. ഒരു ഭാഷ സംസാരിക്കുന്നത് മോണോലിംഗ്വൽ, അത്രയാണ് പറയുന്നത്. മൾട്ടിലിംഗ്വലിസത്തിന് മോർ ദാൻ 2 ലാംഗ്വേജിന് മറ്റൊരു പേര് പറയും, അത് പോളിഗ്ലോട്ടാണ്. പഠിച്ചു വെക്കുക. ചോദ്യം, അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റീഡിങ്? സൂപ്പർ ചോദ്യമാണ്. റീഡിങ്ങിന്റെ സബ് സ്കിൽ അല്ലാത്തത്. നമ്മൾ റീഡിങ്ങിന്റെ കുറേ സ്കിൽസ് പഠിച്ചു. സ്കിമ്മിങ്, സ്കാനിങ്, ഇന്റൻസീവ് റീഡിങ്, എക്സ്റ്റൻസീവ് റീഡിങ് ഒക്കെ പഠിച്ചു. എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? അല്ലാത്ത ഏതാ? ഫ്ലുവൻസി, ലാംഗ്വേജ് ഫ്ലുവൻസി. ലാംഗ്വേജ് റീഡിങ്ങിന്റെ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഫ്ലുവൻസിയാണ്, പിന്നാണ് അക്യുറസി. ഡീകോഡിങ് പഠിച്ചു. ഡീകോഡിങ് എന്തുവാണെന്ന് പഠിച്ചു നമ്മളിപ്പം. കമ്മ്യൂണിക്കേഷൻ ഇൻ തോട്ട്സ്. കമ്മ്യൂണിക്കേഷൻസിനെ തോട്ട്സ് ആക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീകോഡിങ്. ലാംഗ്വേജ് ലേണിങ്ങിന്റെ ഭാഗമാണ്, സബ് സ്കില്ലാണ്. കോംപ്രിഹെൻഷൻ, നമ്മളെ ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ കുട്ടിക്കാലം മുതൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് അസസ് ചെയ്യുന്ന കോംപ്രിഹെൻഷൻ, കോംപ്രിഹെൻസീവ്, മനസ്സിലാകുക, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടോപ്പിക്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പാരഗ്രാഫ്, അതാണ് വിളിക്കുന്നത് കോംപ്രിഹെൻഷൻ. ശരിയാണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്കില്ലാണ്. ട്രാൻസ്ക്രിപ്ഷൻ അത് റൈറ്റിംഗ് സ്കില്ലാണ്. അതൊരിക്കലും ഇറ്റ്സ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റീഡിങ്. റീഡിംഗ് അല്ല, റൈറ്റിംഗ് സ്കില്ലിൻ്റെയാണ്. സോ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. സൂപ്പർ ചോദ്യമാണ്. 15ാമത്തെ ചോദ്യം. എന്താണ് ഇൻട്രിൻസിക്? 2 വാക്കുകൾ പരിചയപ്പെടുത്താം. ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്റ്റൻസിക് മോട്ടിവേഷനും. എന്താണ് ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും? എന്താണ് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം തോന്നിയിട്ട് ചെയ്യുന്നതാണ്, ഒന്നിനും വേണ്ടി അല്ലാതെ ചെയ്യുന്നതാണ്. നമുക്ക് സ്വയം കിട്ടുന്ന ഒരു മോട്ടിവേഷൻ. നിങ്ങളൊരു വീട്ടിലൊരു ചെടി വെച്ചു, അത് പൂ വിരിയുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. ആ സന്തോഷം നിങ്ങളിലേക്ക് മാത്രം പടർന്ന് കിട്ടുവാണെങ്കിൽ, അതിന് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാണെങ്കിൽ അത് ഇൻട്രിൻസിക് ആണ്. എന്നാൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അത് ചെയ്യുമ്പം, മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് എക്സ്ട്രിൻസിക് ആണ്. ഇനി പറ. മെയിൻറ്റൈനിങ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ബിക്കോസ് യു എൻജോയ് പ്ലാന്റിങ് ആൻഡ് വാച്ച് ഇറ്റ് ഗ്രോ ആണേ. അതായത് വീട്ടിലൊരു ഗാർഡൻ ഉണ്ടാക്കുക, അത് കാണുമ്പോൾ ഒരു സന്തോഷം. ഹെൽപ്പിംഗ് അതേഴ്സ് ഹോപ്പിംഗ് ഫോർ പ്രൈസ് ഫ്രം അതേഴ്സ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്തുവാ? പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. വലിയൊരു വേദി വിളിച്ചിട്ട് ആൾക്കാരെ എല്ലാം വിളിച്ചിരുത്തും, പാവങ്ങളെ എല്ലാം കൂടെ വിളിച്ചിരുത്തിയിട്ട് പഠനോപകരണങ്ങൾ, അരിയും സാധനങ്ങളും പച്ചക്കറികളൊക്കെ ഇങ്ങനെ അവരെ വിളിച്ചിരുത്തി കൊടുക്കും. എന്നാൽ കൊടുത്തോട്ടെ, വേദിയിൽ വെച്ച് കൊടുത്തോട്ടെ, പക്ഷെ ഒറ്റ കാര്യം കൂടെ ചെയ്താൽ മതി. ഇവർ മൊത്തം പ്രസംഗിക്കുന്നതിൽ അവരിരുന്ന് കേൾക്കണം. പാവങ്ങൾ എന്തിനാണ് ഇരിക്കുന്നതെന്ന് അറിയാവോ? ഇത് കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. അവരെ കൊന്നിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. എന്നിട്ട് ഈ കൊടുത്തിട്ട് ഇതൊരു ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് അടിച്ച് വെക്കുകയും ചെയ്യും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. എന്നാലും ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ്, നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റുകൾ സ്റ്റേജിൽ വെച്ച് നമുക്കത് മേടിക്കാം, കൊടുക്കാം. ഈ നന്മ ചെയ്യുന്നത് വേദിയിൽ വെച്ച് ചെയ്യാൻ പാടില്ല. അത് ഒരു വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് വരെ പറയുന്നുണ്ട്. വേറെ നമ്മൾ പോലും അറിയാതെ സഹായിക്കണം. നമ്മൾ ആരെയാണോ സഹായിക്കുന്നത് അവർ പോലും അറിയാൻ പാടില്ല ആരാ സഹായിച്ചതെന്ന്. ഈ അടുത്ത കാലത്ത് ഒരു അവയവം മാറ്റിവെക്കാനോ എന്തോ രോഗത്തിനോ അങ്ങാണ്ട് കോടിക്കണക്കിന് രൂപ ഒരാൾ കൊടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞ കാര്യം, ഞാനാണ് ഇത് ചെയ്തതെന്ന് ആരോട് പറയേണ്ട, പുറം ലോകം അറിയാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊരാൾ പറഞ്ഞു. അതാണ് കറക്റ്റ്. സോ ഇത് ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. മറ്റുള്ളവരെ സഹായിച്ചിട്ട് ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ട്, കണ്ടോ എൻ്റെ നന്മ കണ്ടോ എന്നും പറഞ്ഞ് ഭിത്തിയിലൊക്കെ അടിച്ചു വെക്കും. അത് ഇൻട്രിൻസിക് അല്ല, അത് എക്സ്ട്രിൻസിക്. വർക്ക്സ് ഇൻ ദ ഓഫീസ് ഫോർ മണി, അതും പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. എന്നാൽ നമുക്ക് ഇഷ്ടം, നമ്മുടെ വീടിൻ്റെ പരിസരമെല്ലാം നമ്മൾ വൃത്തിയാക്കുന്നു, നമ്മുടെ സന്തോഷം അതായിരുന്നെങ്കിൽ ഓക്കെ. ഇത് പണത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഇൻട്രിൻസിക് അല്ല. പാർട്ടിസിപ്പേറ്റ് സം ആക്ടിവിറ്റീസ് ഫോർ അവാർഡ് കിട്ടാൻ വേണ്ടി, റെമ്യൂണറേഷൻ കിട്ടാൻ വേണ്ടി പാർട്ടിസിപ്പേറ്റ്, എന്തെങ്കിലും പ്രതീക്ഷ കൊണ്ട് ചെയ്യുമ്പോൾ അത് ഇൻട്രിൻസിക് അല്ല, അതൊക്കെ എക്സ്ട്രിൻസിക്. ഇതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇനി ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലാംഗ്വേജ് അക്വിസിഷൻ?
ലാംഗ്വേജ് അക്വിസിഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് നമ്മൾ വിട്ടുകളഞ്ഞ 4-5 ടേംസ് ഉണ്ട്, അതും കൂടെ പറയാതെ പോകരുത്. ഒന്ന്, എന്താണ് ലാംഗ്വേജ് അക്വിസിഷനും ലാംഗ്വേജ് ലേണിങ്ങും? ലാംഗ്വേജ് അക്വിസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ലേണിംഗ് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞത് കോൺഷ്യസ് അല്ല, ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആണ്. എന്താണ് വ്യത്യാസം? അതായത് ലാംഗ്വേജ് അക്വിസിഷൻ നാച്ചുറലാണ്, മറ്റേത് നാച്ചുറൽ അല്ല. അതാണ് വ്യത്യാസം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ നിങ്ങൾ ഭാഷ പഠിച്ചു, മലയാളം സംസാരിക്കാൻ പഠിച്ചു, നിങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിച്ചതാണോ? അല്ല, അതിനെ വിളിക്കുന്ന പേര് അത് അക്വിസിഷനാണ്. നിങ്ങൾ അക്വയർ ചെയ്യുകയായിരുന്നു. ഒരിക്കലും നിങ്ങളത് പഠിക്കാൻ വേണ്ടി പഠിച്ചു. ഞാനും നിങ്ങളുമൊക്കെ മലയാളം സംസാരിച്ചത് നമ്മൾ പോലും അറിയാതെ സംഭവിച്ചതാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ വീട്ടുജോലികൾ പഠിക്കുന്നത്, നമ്മൾ നൈരന്തരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ കുറച്ച് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിനെ വിളിക്കുന്ന അക്വിസിഷനാണ്. അക്വയർഡ് ഫ്രം ഹർ ഫാദർ എന്നൊക്കെ പറയും. ഇപ്പം നമ്മളിൽ ഈശ്വര വിശ്വാസം, അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പോയതല്ല, നമ്മളിത് അക്വയർ ചെയ്യപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ഓരോ ദൈവത്തിലും ഓരോ മതത്തിലും വിശ്വസിക്കുന്നു. അതാണ് അക്വിസിഷൻ. എന്നാൽ മറ്റേതെന്താണ്? ഒരു പാഠപുസ്തകം വായിച്ച് നമ്മൾ പഠിക്കുന്നു, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, ഒരു ഡിഗ്രി കിട്ടാൻ വേണ്ടി പഠിക്കുന്നു. ഇതൊക്കെ ലേണിംഗ് ആണ്. സ്വിമ്മിങ് പഠിക്കാൻ പോകുന്നു, സ്വിമ്മിങ് പിന്നെ അത് ലേണിംഗ് ആണ്. നീന്തൽ പഠിക്കാൻ വേണ്ടി പോവുക, ഒരു സ്കില്ല് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അത് ലേണിങ്ങും. നമ്മൾ അറിയാതെ പഠിച്ചെടുക്കുമ്പം ലാംഗ്വേജ് സ്കില്ല് എപ്പോഴും അക്വിസിഷനാണ്. ലാംഗ്വേജ് ഒരിക്കലും അതല്ലേ പറയാം, നമ്മുടെ നാട്ടിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരിക്കലും ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിക്കാൻ പോയിട്ട് പഠിക്കേണ്ടതല്ല, സ്വയം പഠിക്കേണ്ട സാധനമാണ്. മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്നതാണ് ആ സാധനം, നമ്മളും അറിയാതെ. സോ അതിനെ വിളിക്കുന്നവരെ അക്വിസിഷൻ. നോക്ക്, ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ പ്രോസസ്. ഇതൊരു നാച്ചുറൽ പ്രോസസ് അല്ല. ഈസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലാംഗ്വേജ് അക്വിസിഷൻ. ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ, ഇതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. അപ്പോൾ തെറ്റാണ്. ഇറ്റ് ഈസ് എ സഡൻ ഡെവലപ്മെൻറ്റ്. അല്ലല്ല, ഗ്രാജുവൽ ഡെവലപ്മെൻറ്റാണ്. ലാംഗ്വേജ് ലേണിംഗ് എത്ര നാൾ കഴിഞ്ഞാൽ സൂപ്പറായിട്ട് സംസാരിക്കാൻ പഠിച്ച? കുഞ്ഞുനാളോട് ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങി നമ്മൾ എത്ര നാൾ കഴിഞ്ഞാൽ സുന്ദരമായിട്ട്, ഇപ്പോഴും മലയാളം സുന്ദരമായിട്ട് സംസാരിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട്. സോ നോട്ട് എ സഡൻ, ഇറ്റ്സ് എ ഗ്രാജുവൽ. ഇറ്റ്സ് എ ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ്, അൺഅവെയർ ഓഫ് ഗ്രാമാറ്റിക് റൂൾസ്. കറക്റ്റാണ്. ഗ്രാമർ റൂൾസ് ഒന്നും അറിയാതെ നമ്മൾ പതുക്കെയാണ് ലാംഗ്വേജ് പഠിച്ചെടുത്ത്. അതിനെ വിളിക്കുന്ന പേരാ ലാംഗ്വേജ് അക്വിസിഷൻ. ഇറ്റ് ഈസ് എ കോൺഷ്യസ് പ്രോസസ്. നോ, ഇറ്റ് ഈസ് നോട്ട് കോൺഷ്യസ്. അറിയാതെ പഠിക്കുന്നേ. സോ ഇതെല്ലാം മറ്റേതിൻ്റെയാണ്, ലാംഗ്വേജ് ലേണിങ്ങിൻ്റെയാണ്, ബാക്കിയല്ല. ഓക്കെ, ഇത് ലാംഗ്വേജ് അക്വിസിഷൻ. ഇനി നമ്മൾ വിട്ടുകളഞ്ഞ കുറച്ച് പ്രയോഗങ്ങൾ. ചെക്ക്ലിസ്റ്റ് ഈസ് എ റെസ്പോൺസ് കാറ്റഗറീസ് ദാറ്റ് റെസ്പോണ്ടൻസ് ചെക്ക് ഇഫ് അപ്രോപ്രിയേറ്റ്. കോൺസെപ്റ്റ് മാപ്പ്, ഞാൻ പറഞ്ഞ വാക്ക്. കോൺസെപ്റ്റ് മാപ്പ് ഈസ് എ ഗ്രാഫിക്കൽ ഓവർവ്യൂ ഓഫ് വാട്ട് സ്റ്റുഡൻസ് ഹാവ് ലേൺഡ്. കുട്ടികൾ എന്ത് പഠിച്ചു എന്നുള്ളതിൻ്റെ ഗ്രാഫിക്കൽ ഓവർവ്യൂവിനെയാണ് കോൺസെപ്റ്റ് മാപ്പ് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഡിംഗ് എന്താണ്? ഡീകോഡിംഗ് പഠിച്ചു, കമ്മ്യൂണിക്കേഷൻ ഇൻ ടു തോട്ട്സ്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ത്രൂ കോഡിംഗ് എൻഗേജസ് സ്റ്റുഡൻസ് ഇൻ കോൺവെർസേഷൻ ആസ് ദേ ക്രിയേറ്റ് സ്റ്റോറീസ് ആൻഡ് അതർ ആപ്ലിക്കേഷൻസ്. ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോഡിംഗ്. ഇറ്റ് ഈസ് കോഡിംഗ് എൻഗേജസ് സ്റ്റുഡൻസ് ഇൻ കോൺവെർസേഷൻ ആസ് ദേ ക്രിയേറ്റ് സ്റ്റോറീസ് ആൻഡ് അതർ ആപ്ലിക്കേഷൻസ്. അങ്ങനെയുള്ള രീതിയിലൂടെ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇനി എൻകോഡിങ്, ഡീകോഡിങ് അറിയാമല്ലോ, കമ്മ്യൂണിക്കേഷൻ ഇൻ ടു തോട്ട്സ് ആണ്. എൻകോഡിങ് ഇൻ റീഡിങ് ഇൻവോൾവ്സ് ടേക്കിംഗ് എ വേർഡ്, ഒരു വേർഡ് എടുത്തിട്ട് ഹിയറിംഗ് ദ പാർട്സ് ഓഫ് ഇറ്റ്, അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കേട്ടിട്ട് ആൻഡ് റൈറ്റിംഗ് ഓർ സ്പെല്ലിംഗ്, അത് പഠിച്ചെടുക്കുന്നതാണ്. ആദ്യം അത് കേൾക്കുക, ഉച്ചാരണം പഠിക്കുക, പിന്നെ അത് എഴുതാൻ പഠിക്കുക, സ്പെല്ലിംഗ് പഠിക്കുക. അതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഡിച്ചോട്ടോമി എന്ന് പറയുന്ന വാക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല, അതിനകത്ത് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടു കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഐഡിയാസ് ഓഫ് തിങ്സിനെയാണ്. ഈ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ ഒരു വാക്ക് വന്നിരുന്നു, നിങ്ങൾ ഇതൊന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കണ്ട, ഇത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട പദമാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. കൊഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്ന് അവിടെ കൊടുത്തിരുന്നു. കൊഗ്നിറ്റീവ് തിയറി സൈക്കോളജി. കൊഗ്നിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഇസ് ദ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ഡെഡിക്കേറ്റഡ് ടു സ്റ്റഡിങ് ഹൗ പീപ്പിൾ തിങ്ക്. അതിനെയാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി. ഇസ് ദ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ഡെഡിക്കേറ്റഡ് ടു സ്റ്റഡിങ് ഹൗ പീപ്പിൾ തിങ്ക് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെട്ടതാണ് ഈ ക്ലാസ്. ഞാൻ കുറച്ച് സമയമെടുത്തു ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ. പണ്ട് BEdന് പഠിച്ച് മറന്നുപോയ സാധനമാണ്.
എൻട്രിയിൽ ഈ പെഡഗോജിക് അനാലിസിസ് എന്ന് പറഞ്ഞ ഭാഗം എടുത്തത് ഞാനല്ല, വേറെ അധ്യാപകരുണ്ട്. എങ്കിലും ഇംഗ്ലീഷിൽ കുറച്ച് മാർക്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുമായിട്ട് എത്തിയത്. ഞാൻ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും നമ്മൾ ഒരിക്കലും പിന്നോട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പറയുന്നു. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, മുന്നോട്ട് പോകുക. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഒരിക്കൽ കൂടെ പറയുന്നു, ചാനൽ അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അത് അത്യാവശ്യമായിട്ടും ഗുണപ്രദമായിരിക്കും. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. LP UPക്കും കേറ്ററ്റിനും എന്തിനും ആയിക്കോട്ടെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ടീച്ചിങ്ങിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മൾ HSA തുടങ്ങുന്നുണ്ട്, ഇംഗ്ലീഷ് ഞാനാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ആ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ നമ്മളിലേക്ക് വരിക. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ടെന്ന് ഉള്ള കാര്യം കൂടി അറിയിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് RK തഴവ.